നമസ്കാരം. തെലങ്കാന ഗവർണറും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറുടെ ചുമതലയും വഹിക്കുന്ന തമിഴിസൈ സൗന്ദരരാജൻ ഗവർണർ സ്ഥാനം രാജിവെച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ തമിഴ്നാട്ടിൽ നിന്ന് മത്സരിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. തമിഴിസൈ സൗന്ദരരാജൻ തന്റെ രാജിക്കത്ത് ഇതിനോടകം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കൈമാറിയിട്ടുണ്ട്. 2019 തമിഴിസൈ സൗന്ദരരാജനെ തെലങ്കാനയുടെ ഗവർണറായി നിയമിച്ചിട്ടുണ്ടായിരുന്നത്. കിരൺ ബേദിയെ നീക്കിയതിന് പിന്നാലെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറുടെ ചുമതലയും തമിഴിസൈ സൗന്ദരരാജന് തന്നെ നൽകുകയും ചെയ്തിരുന്നു. ഗവർണർ ആകുന്നതിന് മുൻപ് ഇവർ തമിഴ്നാട്ടിലെ BJP അധ്യക്ഷ കൂടിയായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നേതാവ് കൂടിയാണ് തമിഴിസൈ. അന്ന് DMK നേതാവായ കനിമൊഴിയോടാണ് തമിഴിസൈ മത്സരിച്ചത്. പക്ഷെ അന്ന് അവർക്ക് കനത്ത പരാജയമാണ് അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്തായാലും ഇത്തവണ തമിഴിസൈ ഏത് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമെന്ന കാര്യം വ്യക്തമല്ല. പക്ഷെ 2 മണ്ഡലങ്ങൾക്കാണ് നിലവിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഒന്ന് ചെന്നൈ സൗത്ത് ആണ്, രണ്ടാമത്തേത് പുതുച്ചേരിയാണ്. നമുക്കറിയാം, നിലവിൽ പുതുച്ചേരി NDA മണ്ഡലമാണ്. അവിടെ BJP NR കോൺഗ്രസ് ആണ് നിലവിലുള്ളത്. എന്തായാലും അടുത്തിടെ ഗവർണർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇറങ്ങിയ ഒരു നേതാവ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള BJP നേതാവായ കുമ്മനം രാജശേഖരനായിരുന്നു. അദ്ദേഹം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഗവർണർ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചത്. അങ്ങനെ ഒരു ഗവർണർ രാജിവെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് പറയുന്നത് സാധാരണ സംഭവമല്ല, വളരെ അസാധാരണമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വിജയ പ്രതീക്ഷയുണ്ട് എന്ന കാര്യം 100% ഉറപ്പാണ്. ഇനി തമിഴിസൈ സൗന്ദരരാജൻ ഏത് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമെന്ന് കൂടി മാത്രമേ അറിയേണ്ടതുള്ളൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.